ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം IoT ഡിവൈസുകളെ കുറിച്ചാണ്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഡിവൈസ്. അതായത് നമ്മുടെ വൈഫൈ ക്യാമറ, അതുപോലെ തന്നെ സ്മാർട്ട് ലൈറ്റ്, ഓട്ടോമേഷൻ ഡിവൈസുകൾ, അലക്സ പോലുള്ള ഡിവൈസുകളുടെയൊക്കെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ വൈഫൈയിലാണ്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പലരും അടുത്തിടെയായിട്ട് വിളിക്കുന്നുണ്ട്. അതായത് അവരുടെ കോൺഫിഗറേഷൻ പോകുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം നോക്കുമ്പോൾ നമ്മുടെ ബ്രോഡ്ബാൻഡ് പോകുന്ന ടെക്നീഷ്യന്മാർ, അതായത് നമ്മളിപ്പോൾ ബ്രോഡ്ബാൻഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ വരും. നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ONU കംപ്ലയിൻ്റ് ആണെങ്കിൽ, അതായത് മോഡം കംപ്ലയിൻ്റ് ആണെങ്കിൽ മോഡം റീപ്ലേസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ സിംഗിൾ ബാൻഡ് ആണെങ്കിൽ നമ്മളത് ഡ്യുവൽ ബാൻഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു വൈഫൈയുടെ പാസ്വേഡ് റീസെറ്റായി പോവുകയാണ്. വൈഫൈയുടെ പാസ്വേഡ് റീസെറ്റായി പോകുമ്പോൾ ഈ ഒരു ഡിവൈസുകളായിട്ടുള്ള കണക്ടിവിറ്റി അവിടെ വെച്ച് നഷ്ടപ്പെടും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി അവർ കോൺഫിഗറേഷൻ പോകും. അപ്പോൾ ഇത് വളരെ കൂടുതലായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ കണ്ടു തുടങ്ങുന്നുണ്ട്. ബിക്കോസ് നമുക്കറിയാം, ഒരു IoT ഡിവൈസുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വേറൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ടെക്നീഷ്യനോട് നമ്മൾ ആ ഒരു എക്യുപ്മെൻറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ കിടന്നിരുന്ന അതേ പേരും അതേ പാസ്വേഡ്, അതായത് പേരും എന്ന് പറഞ്ഞാൽ അതേ SSID, അതായത് വൈഫൈയുടെ അതേ SSIDയും അതുപോലെ തന്നെ അതേ പേരും എക്സാക്റ്റ് അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമേ ഇല്ല. നമുക്ക് ആ ഒരു ഡിവൈസുകളെല്ലാം പെട്ടെന്ന് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ടെക്നീഷ്യനാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതായത് ഇപ്പോഴത്തെ കാലം അറിയാം, ഏതൊരു വീട്ടിലേക്ക് അറിയാലും അവിടെ ഒരു വൈഫൈ ഡിവൈസ് ഉണ്ടാവും. ആ വൈഫൈ കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈലല്ലാത്ത ഇത്തരം ഡിവൈസുകൾ ഉണ്ടാവും. അപ്പോൾ അവൻ്റെ കണക്ടിവിറ്റി പോകാതിരിക്കാനായിട്ട് ഇത്തരത്തിൽ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ആ ഒരു പുതിയ മോഡത്തിൽ അല്ലെങ്കിൽ പുതിയ ONUവിൽ അത് സെറ്റ് ചെയ്ത് കൊടുത്താൽ വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്കെല്ലാം ഓക്കെയാണ്. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ ടെക്നീഷ്യനാണെങ്കിൽ അതൊന്നും ചെയ്യുക. ഇൻ കേസ് ടെക്നീഷ്യൻ ചെയ്തില്ലെങ്കിൽ, നിങ്ങളൊരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അത് വരുമ്പോൾ അത് ചെയ്യിപ്പിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം ഡിവൈസുകളുടെ കണക്ഷൻ പോകും. പിന്നീട് നമുക്കത് വീണ്ടും പെയർ ചെയ്യേണ്ടിയായിട്ട് വരും. അങ്ങനെയൊക്കെ വരും. അതുപോലെ തന്നെ CCTVയിലും ഇത് കാണാറുണ്ട്. അതായത് ആ ഒരു LAN IP ചേഞ്ച് ചെയ്യും, പിന്നെ ഗേറ്റ് IP ചേഞ്ച് ചെയ്യുമ്പോൾ നോർമലി നമ്മുടെ ഈ റൗട്ടേഴ്സിൻ്റെയൊക്കെ ആ ഒരു ഗേറ്റ് IP വരുന്നത് 192.168.1.1 എന്നുള്ള ഒരു IP-യിലാണ് വരുന്നത്. അതാണ് നോർമലി ONUസിനൊക്കെ വരാറുള്ളത്. എന്നാൽ നമ്മൾ അത് ഒരു ജിയോൻ്റെയൊക്കെ, ഇപ്പോഴത്തെ ജിയോൻ്റെ റൗട്ടേഴ്സാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എയർ ഫൈബറൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ 29.1 സീരീസിലാണ് വരുന്നത്. അപ്പോഴും ആ ഒരു സീരീസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാമറകൾ അത് ഡിറ്റക്റ്റ് ചെയ്യില്ല. ആ ഒരു ഗേറ്റ് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോഴും ക്യാമറ കാണാതെ വരും. അപ്പോഴും നമ്മളവിടെ ചെന്നിട്ട് അത് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പാസ്വേഡ് മാത്രമല്ല, ഈ ഒരു IP, അതായത് നമ്മൾ ആ ഒരു റീപ്ലേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു IP ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട്, അതായത് അതിൻ്റെ ഗേറ്റ് IP, അതിൻ്റെ ആ ഒരു ഗേറ്റ് LAN IP ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് തന്നെ നമ്മുടെ ആ ഒരു റൗട്ടറിനും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അപ്പോഴും ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ക്യാമറ ആണ് കിട്ടാതെ വരുന്നതെങ്കിൽ അവിടെ ഒരു പാസ്വേഡിൻ്റെ ആയിരിക്കില്ല. അതായത് വൈഫൈ ക്യാമറ അല്ലാത്ത ക്യാമറകൾ, വൈഫൈ ക്യാമറ ആണെങ്കിൽ നമുക്കറിയാം വൈഫൈ പാസ്വേഡ് സെയിം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇല്ലാത്ത പക്ഷം ചില സ്ഥലങ്ങളിൽ നമുക്കിരിക്കുന്ന ഒരു DVR NVR ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇപ്പോൾ കസ്റ്റമർ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു മോഡം വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വ്യൂ കിട്ടുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളത് ഒന്നില്ലെങ്കിൽ നമ്മൾ ക്യാമറയിൽ കയറി അത് കോൺഫിഗറേഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് നിങ്ങളൊരു ടെക്നീഷ്യനാണ്, ബ്രോഡ്ബാൻഡ് ടെക്നീഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു LAN IP അതുപോലെ തന്നെ നിങ്ങൾ വയ്ക്കുന്ന ഒരു മോഡൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഗേറ്റ് IP ഏതാണ് കണ്ടുപിടിച്ച് 1.1 ആയിരിക്കുള്ളൂ. പ്രോബബ്ലി 1.1 തന്നെയായിരിക്കും. ഈ ജിയോ വെക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇഷ്യൂ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് അതിൻ്റെ ഒരു 29 സീരീസിലോട്ട് പോകുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ആയിട്ട് വരികയും ഈ ഒരു കണക്ഷനൊന്നും കിട്ടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ടെക്നീഷ്യനാണെങ്കിൽ അതുകൂടി ശ്രദ്ധിക്കുക, ആ ഒരു IP കൂടി ചേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 1-2 കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെക്നീഷ്യനാണ് ശ്രദ്ധിക്കുക. അതൊരു കസ്റ്റമർ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്ന ടെക്നീഷ്യനോട് അത് തീർച്ചയായിട്ടും പറയുക, ഒരു പേരും പാസ്വേഡ് ഇടാൻ. കാരണം ഇത്തരത്തിൽ കോൺഫിഗറേഷൻ പോകുന്ന സെനാരിയോസ് ഈയിടെയായിട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്, കൂടുതൽ കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഈ ഒരു വൈഫൈ പാസ്വേഡാണ്. കാരണം വൈഫൈ റേഞ്ചിനും എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വൈഫൈയുടെ പാസ്വേഡിനും ഇപ്പോഴത്തെ കാലങ്ങളിൽ പ്രാധാന്യമുണ്ട്. കാരണം അതുമായിട്ടാണ് നമ്മൾ ഇത്തരം ഡിവൈസുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യുമ്പോൾ, പാസ്വേഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്യാനുള്ള സെനാരിയോ, ഇങ്ങനത്തെ ഒരു സെനാരിയോ ഞാൻ പറഞ്ഞതുള്ളൂ. ഇനി അതെല്ലാം നമ്മൾ തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അതായത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഡിവൈസുകൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് റീകോൺഫിഗറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇൻ കേസ് നമുക്കത് പറ്റിയില്ലെങ്കിൽ വേറെ ഒന്നുമില്ല, നമുക്കത് കിടന്നിരുന്ന അതേ പാസ്വേഡിലോട്ട് ചേഞ്ച് ചെയ്താലും മതി, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം, ഞാൻ അതിൻ്റെ ഉത്തരം പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നെറ്റ്വർക്കിംഗ് ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ വിസിറ്റ് ചെയ്യുക, ദിനേഷ് കുമാർ CD എന്നുള്ള നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. അതിനകത്ത് ജോയിൻ ചെയ്യുക. വെറും 29 രൂപയ്ക്ക് നമ്മൾ ഡെയിലി നെറ്റ്വർക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണുക, വീഡിയോസ് ഷെയർ ചെയ്യുക. ഇതുപോലത്തുള്ള നെറ്റ്വർക്കിംഗ് CCTV റിലേറ്റഡ് വീഡിയോസുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.